എടുത്ത് കഴിക്ക് മോനെ കഴിക്ക്. കഴിക്ക. ചെക്കനും പെണ്ണിനും ഇഷ്ടമായ സ്ഥിതിക്ക് നമുക്ക് എന്നാ പിന്നെ ബാക്കി കാര്യങ്ങളായിട്ട് സംസാരിക്കാം. എന്താ അറിയുന്നത്? എനിക്കൊന്നും പറയാനില്ല. എനിക്ക് ഒറ്റ മോളാള്, സ്വത്തുകാര്യമൊക്കെ മോക്കുള്ളതാണ്. പിന്നെ മൊയ്തുക്ക കൊണ്ടുപോകേണ്ടിക്ക് അന്വേഷിക്കേണ്ട ഒരു ആവശ്യമില്ല. അതാണ് നമ്മളെ വിശ്വാസം. 126 കല്യാണം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി നടത്തിയിട്ടുണ്ട്. എല്ലാവരും നല്ല സുഖസുന്ദരമായിട്ട് ജീവിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ചെക്കൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചെക്കൻ്റെ ദുബായിൽ 5-6 കമ്പനി ഉണ്ട്. പിന്നെ നാട്ടിലെന്തോ ബിസിനസ്സും പരിപാടിയൊക്കെ അല്ലേ ഇതൊക്കെ തുടങ്ങാനൊക്കെ നോക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് കല്യാണം വേണം. ആ ഒരൊറ്റ നിർബന്ധം ഇവർക്കും കുടുംബക്കാർക്കും ഉള്ളൂ. കാര്യങ്ങളൊക്കെ എത്രയായി നിൽക്കും. നമുക്ക് ഏറ്റവും അടുത്ത നോക്കി പരിപാടി അത് തന്നെ കാര്യങ്ങളൊക്കെ ഏകദേശം പിന്നെ അങ്ങനെ ചെയ്യാൻ എന്നാ ഇൻഷാ അല്ലാ. ചെക്കന് വെച്ച 10 മാറ്റി ചെക്കൻ. പിന്നെ വേറൊരു സുകാര്യം പറയാൻ നിങ്ങളോട്, ഇവിടെ ബാത്റൂം ഉണ്ടോ? അതാ പെട്രോൾ കഴിഞ്ഞിട്ടുണ്ടാവും. അന്ന് വരുമ്പോഴേ ഞാൻ പറഞ്ഞില്ലേ പെട്രോൾ അടിക്കാൻ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ 5 പൈസ ഇല്ല പെട്രോൾ അടിക്കാനുള്ള. ഇപ്പോൾ മൊയ്തുക്കാൻ്റെ കാലം ഇടിച്ചാലും വേണ്ടില്ല, പോയി കുപ്പി വാങ്ങിക്കാട്ടെ. പെട്രോൾ അങ്ങനെ ഒരു കുപ്പിയോ കന്നാസം ഉണ്ടാക്കുമോ? നോക്കട്ടെ. കുപ്പി കിട്ടി. ഇനി ഇവിടുന്ന് നാറാണ്ട് എങ്ങനെയും കഴിച്ചിലാണോ? എവിടെയും പോയി പെട്രോൾ അടിക്കാനുള്ള പൈസ ഉണ്ടാക്കാൻ നോക്ക്. അല്ലേ കുപ്പിയേ ഉള്ളൂ, ഒരു 200 രൂപയും കൂടി തരി. ഞങ്ങൾ പെട്രോൾ അടിക്കാൻ പൈസ അല്ല. ഇത് നമുക്ക് ശ്രീധന്ത് കണക്കാക്കാം. പള്ളേന്ന് എന്തോ ഒരു കരാറ് കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. അപ്പോൾ പറഞ്ഞൊന്നും മറന്നുകൊണ്ട. നല്ല കുടുംബമാണ്, നല്ല ചെറുക്കനാണ്. അപ്പോൾ നമ്മളെ കാര്യങ്ങൾ തീരെ മറന്നു ഓർത്ത് നിങ്ങൾ മറക്കൂല, നമുക്കറിയാം. കമ്മീഷന്റെ കാര്യമല്ലേ? സാധാരണ അഡ്വാൻസ് നമുക്ക് അങ്ങനെ കിട്ടില്ല. എന്നാലും ഞങ്ങൾ പോയിക്കോളെ, ഞാനേ ടാക്സിയിൽ വന്നോളാം. ടാക്സിയിൽ മൊയ്തു വണ്ടി കൂടി എന്റെ പറമ്പ് എടുത്തോണ്ട് പോകണം. ഇങ്ങോട്ട് വായിച്ചാൽ മതി. വണ്ടി ഓല് വന്നെടുക്കും. ഞാൻ ഇവിടുന്ന് എവിടെന്നെങ്കിലും ഒരു ആംബുലൻസ് കിട്ടുമോ നോക്കട്ടെ.